പുലിമുരുകൻ എന്ന ചിത്രം വലിയ ഹിറ്റായതിനു ശേഷമാണ് ഈ 100 കോടി ക്ലബ്ബ് മോളിവുഡിൽ ഉണ്ടായത്. അതിനുശേഷം വന്ന സിനിമകളൊക്കെ ആ ക്ലബ്ബുകളുടെ പുറകിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പല ചിത്രങ്ങൾക്കും കോടി ക്ലബ്ബുകളുടെ കഥ പറയാൻ ഉണ്ടായിരുന്നു. എന്നാൽ ആക്ച്വലി അതൊക്കെ കോടി ക്ലബ്ബുകളിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പിന്നെ പറയാനുള്ളത്. പിന്നെ അങ്ങോട്ടൊരു തള്ളിന്റെ കഥയാണ് കേട്ടത്. പല സിനിമകളും തള്ളിമറച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ തന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ജെന്യൂനായി പറഞ്ഞ പലരുടെയും കോടി ക്ലബ്ബുകൾ തള്ളുകളാക്കി മാറ്റുകയും ചെയ്യപ്പെട്ടു. ആക്ച്വലി ഗ്രോസ് കളക്ഷൻ ആണ് 100 കോടി എന്ന് പറഞ്ഞത്. ഗ്രോസ് കളക്ഷൻ ആ ചിത്രത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു പുലിമുരുകന് വേണ്ടി. എന്നാൽ പിന്നീട് പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് പറഞ്ഞു 100 കോടി കിട്ടിയിട്ടില്ല, ആർക്കുണ്ട് 100 കോടി എന്നത്. പ്രൊഡ്യൂസേഴ്സിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 100 കോടി ഷെയർ ലഭിക്കണം, അത് തിയേറ്റർ റവന്യൂവിൽ നിന്നും അവർക്ക് കിട്ടിയതുമില്ല. അതുകൊണ്ട് അവർ അത് പറയുകയും ചെയ്തു. പിന്നീട് പല മേഖലകളിൽ നിന്നുള്ള ബിസിനസിനെ ഈ ക്ലബ്ബുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് വലിയ ലാഭം കിട്ടി എന്ന രീതിയിൽ തള്ളുകൾ ഓരോ സിനിമകൾക്കും വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായി എമ്പുരാൻ എന്ന ചിത്രത്തിൽ വന്നു നിൽക്കുമ്പോൾ ആ ചിത്രം വലിയൊരു ബിസിനസ്സാണ് നടത്തിയത്. ബിസിനസ് മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ എമ്പുരാൻ നടത്തുകയുണ്ടായി. അതിനുമുമ്പേ പല ചിത്രങ്ങളും മോഹൻലാലിന്റേതായി പല വമ്പൻ ബിസിനസ് സാധ്യതകളും പരീക്ഷിക്കുകയും അത് ലഭിക്കുകയും ചെയ്തിരുന്നു എന്ന കണക്കുകൾ നമ്മുടെ മുന്നിൽ വന്നിരുന്നു. അതൊക്കെ ഒരു വിഭാഗം പ്രേക്ഷകർ തള്ളായി മാത്രം കണക്കാക്കിയത് നമ്മൾ കാണുകയും ചെയ്തു. ഏറ്റവും അവസാനം ഏറ്റവും വലിയ ചർച്ച നടന്നിരിക്കുന്നത് ഈ പടങ്ങളുടെ OTT ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ്. എമ്പുരാൻ എന്ന സിനിമയുടെ OTT ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ ഇതിനു മുമ്പ് പല സിനിമകളും വമ്പൻ OTT ഡീലുകൾ നടത്തിയിരുന്നു. ദുൽഖറും ഫഹദ് ഫാസിൽ അടക്കം വമ്പൻ OTT ഡീലുകൾ നടത്തിയ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ആ OTT ഡീൽ നടന്നത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിവേഴ്സ് ചെയ്ത പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ജെനുവിനായി പലരും റിപ്പോർട്ടുകൾ നൽകാറുണ്ട്. ആ ട്രാക്കർമാർ തന്നെ പറയുന്നുണ്ട് നേരത്തെ ഞങ്ങൾ തന്ന റിപ്പോർട്ടുകൾ പലതിലും കണക്കുകൾക്ക് പല വൈരുദ്ധ്യങ്ങളും സംഭവിച്ചു എന്നത്. അന്നവർ ഈ സിനിമാ മേഖലയുമായി അത്ര അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അവർക്ക് കൂടുതൽ അറിവുള്ള സോഴ്സിലേക്ക് അവർ എത്തിപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് ആക്സസിബിൾ ആണ് അങ്ങനെയുള്ള ജെനുവിനായിട്ടുള്ള കണക്കുകൾ പറയാനായി. അവർ അത്രയ്ക്ക് മോളിവുഡ് സിനിമയിലെ അടുത്ത വൃത്തങ്ങളുമായി അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റിവൈസ് ചെയ്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നതും. ഈ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ട്രാക്കർമാർ എത്തിയത്. അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ പഴയ പോസ്റ്റുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലരും ഇത് തള്ളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നത്. എന്നാൽ അവർ തന്നെ അത് റിവൈസ് ചെയ്തു എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതും. അവർ തന്നെ അവരുടെ മിസ്റ്റേക്കുകൾ തിരുത്തി ജെനുവിനായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകി. ഉദാഹരണത്തിന് അവർ എടുത്തു പറഞ്ഞത് മരക്കാർ എന്ന ചിത്രത്തിന്റെ വിദേശ കരാറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളായിരുന്നു. മരക്കാരന് അന്ന് അവർ 14 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ പക്ഷെ പിന്നീട് അവർക്ക് അതിന്റെ യഥാർത്ഥ കണക്കുകൾ കിട്ടി. അത് വെറും 12 കോടി രൂപ മാത്രം ആയിരുന്നു. അതവർ പരിഷ്കരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് കിങ് ഓഫ് കൊത്തയുടെ വിദേശ റെക്കോർഡ് അവകാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു മാറ്റം സംഭവിച്ചതെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് കൊത്തയ്ക്കും വലിയ രീതിയിലുള്ള റിപ്പോർട്ടിംഗിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. കിങ് ഓഫ് കൊത്തയുടെ സംഗീത അവകാശം ഒരിക്കൽ അവർ പറഞ്ഞത് 6 കോടി രൂപ പങ്കിട്ടു എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കണക്ക് 2.30 കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അത് പരിഷ്കരിച്ചുകൊണ്ടാണ് പുതിയ കണക്കുകൾ അവർ പങ്കുവച്ചിരിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ശ്രദ്ധാലുക്കളായ ആളുകൾ എന്ന നിലയിൽ വ്യക്തമായ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കണക്കുകൾ ശരിയാക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളത് ചെയ്യുന്നത് തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ജെനുവിനായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞത് ഡിജിറ്റൽ സാറ്റലൈറ്റ് ഡീലുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ഡീല് നടന്ന സിനിമകൾ എന്ന രീതിയിൽ പറഞ്ഞെങ്കിലും എമ്പുരാന്റെ ഡീലിന്റെ യഥാർത്ഥ സംഖ്യകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയത്. കാരണം മലയാള സിനിമയിൽ തന്നെ ഇപ്പോൾ OTT വലിയ ക്രൈസിസിലാണ് നിൽക്കുന്നത്. അത് ഈ ഇടയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് പോലും പറഞ്ഞിരുന്നു 10 കോടിക്ക് മുകളിൽ തരാനൊന്നും അവർക്ക് യാതൊരു ധാരണയുമില്ല എന്ന രീതിയിൽ. ഒരു മലയാള സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിൽ അവർക്ക് തരാൻ താല്പര്യമില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും വലിയ OTT ഡീൽ സംഭവിച്ചിരിക്കുന്നത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനാണ്. 46 കോടി രൂപയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന് ലഭിച്ചത്. അത് ഡിജിറ്റലും സാറ്റലൈറ്റും ഒന്നിച്ചായിരുന്നു. പ്രൈമിലാണ് ഡിജിറ്റൽ വന്നത് എങ്കിൽ സാറ്റലൈറ്റ് വന്നത് ഏഷ്യാനെറ്റിലായിരുന്നു. രണ്ടും കൂടിയാണ് 46 കോടി രൂപ. കിങ് ഓഫ് കൊത്തയാണ് പിന്നീട് ഏറ്റവും മികച്ച ഡീല് നടന്നത് 41 കോടി രൂപ. സ്റ്റാർ നെറ്റ്വർക്കിനായിരുന്നു ഡിജിറ്റലും സാറ്റലൈറ്റും എല്ലാം കൂടെ 41. പിന്നീട് എമ്പുരാന്റെ ഡീലായിരുന്നു ഏറ്റവും വലുത് നടന്നത്. അതും സ്റ്റാർ നെറ്റ്വർക്കിനായിരുന്നു 35 കോടി രൂപയാണ് എമ്പുരാന്റെ ഡീല് നടന്നിരിക്കുന്നത്. ഹിന്ദി വെർഷൻ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഈ 24-ന് ഈ ചിത്രം OTT-യിലൂടെ സ്ട്രീം ചെയ്യാൻ പോവുകയാണ്. എമ്പുരാന് ഒരു ഭേദപ്പെട്ട ഡീലാണ് നടന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ OTT ഡീലിൽ വലിയ രീതിയിലുള്ള ക്രൈസിസ് ആണ് നേരിടുന്നത്. അപ്പോഴാണ് 35 കോടിക്ക് എമ്പുരാൻ അവർ എടുക്കുന്നതും. അതിനൊപ്പം തന്നെ എടുത്തു പറയുന്നു മറ്റൊരു മലയാള ചിത്രവും 30
കോടിക്ക് മുകളിൽ ഡിജിറ്റലും സാറ്റലൈറ്റും നടത്തിയിട്ടില്ല എന്നതുകൂടി. അത് വലിയൊരു വിമർശനമായിരുന്നു പ്രേക്ഷകർക്കിടയിൽ നിന്നും ഉണ്ടായത്. കാരണം ആവേശം പോലൊരു ഫഹദ് ഫാസിൽ ചിത്രത്തിന് 35 കോടിക്ക് മുകളിലുള്ള ഒരു ഡീല് നടന്നിരുന്നു എന്ന രീതിയിൽ അവർ പറയുന്നുണ്ട്. എന്നാൽ ആവേശം എന്ന ചിത്രം OTT ഡീൽ സംഭവിച്ചത് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു 3 സിനിമയുടെ ഡീലാണ് അവിടെ നടന്നത്. ആമസോൺ പ്രൈമുമായി ഒരു 3 സിനിമയുടെ ഡീൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ നടത്തി. ആവേശവും, തങ്കം, മലയൻ കുഞ്ഞ് എന്നീ സിനിമകളുടെ ഡീലാണ് നടന്നത്. ആ 3 സിനിമകൾക്കും കൂടി കിട്ടിയതാണ് ഇത്രയും വലിയൊരു തുക. അപ്പോൾ സ്പ്ലിറ്റ് ആവുമ്പോൾ ഈ ചിത്രങ്ങൾക്കൊക്കെ കിട്ടിയത് ഇതിലും താഴ്ന്ന കണക്കേ വരികയുള്ളൂ. ഈ ഒരു കാര്യം എടുത്തു സൂചിപ്പിച്ചുകൊണ്ടാണ് ജെനുവനായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ കൊടുത്തത്. മലയാളത്തിന് ഏറ്റവും വലിയ ഡീലുകൾ ഇപ്പോൾ നടക്കുന്നില്ല, ഇല്ലെങ്കിൽ സിനിമ അതുപോലെ സഞ്ചരിക്കേണ്ടതുണ്ട്. എന്നാലും ഏറ്റവും വലിയ ഡീലുകൾ നടക്കുന്നത് മോഹൻലാൽ, ദുൽഖർ പോലുള്ള നടന്മാർക്കാണ് എന്നുകൂടി ഓർക്കണം. കിങ് ഓഫ് കൊത്തയൊക്കെ വലിയ പരാജയമായിരുന്നു, എന്നിട്ടുകൂടി അതിന് അങ്ങനെ ഒരു ഡീൽ ഉണ്ടായി. മരയ്ക്കാർ, അറബിക്കടലിലെ സിംഹം എന്നതും പരാജയമായിരുന്നു, പക്ഷേ റിലീസിന് മുമ്പേ ഈ ഡീല് നടന്നിരുന്നു. എമ്പുരാൻ എപ്പോഴാണ് ഈ ഡീൽ നടത്തിയത് എന്നത് വ്യക്തമല്ല. എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ഡീലാണ് എമ്പുരാന് നടന്നിരിക്കുന്നത് എന്നും ട്രാക്കർമാർ ഒരേപോലെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് OTT ഡീൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എമ്പുരാന് നടന്നിരിക്കുന്നത്. അടുത്തിടെയാണ് ചിത്രത്തിന് 30 ദിവസത്തെ ബിസിനസ് സംഖ്യ പുറത്തുവിട്ടുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തിയത്. 325 കോടി രൂപയാണ് ടോട്ടൽ ബിസിനസ്സിലൂടെ എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ നേടിയിരിക്കുന്നത്. 30 ദിവസം എന്ന് പറയുമ്പോൾ തിയേറ്ററിക്കൽ, നോൺ തിയേറ്ററിക്കൽ ബിസിനസ് ആണ് അവർ കൂട്ടുന്നത്. ഇതെല്ലാം അതിൽപ്പെടും. എന്തായാലും ഇപ്പോഴും എമ്പുരാൻ മികച്ച രീതിയിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ റൺ നടത്തുന്നുണ്ട്. 148 സ്ക്രീനുകളിൽ നിന്നും മികച്ച കളക്ഷൻ സ്വന്തമാക്കി എമ്പുരാൻ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ സജീവമാണ്.